പറയുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ യാതൊരു അവകാശങ്ങളും സംരക്ഷണങ്ങളും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യം എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് RSSന്റെ നേതൃത്വത്തിലുള്ള ഭീകര ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്നെ ചവിട്ടി ദംശിക്കുമ്പോൾ അവർക്ക് ഈ രാജ്യം നൽകുന്ന ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആ മതം പ്രചരിപ്പിക്കുവാനും ആ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ ഈ ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്ന ഈ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചില്ല എങ്കിൽ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരത തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിയമവും ഭരണഘടനയുമെല്ലാം തന്നെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തുമ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നീതിയും അതുപോലെ തന്നെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും സമത്വവും നഷ്ടപ്പെട്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ അടിമകളെ പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയെങ്കിൽ മാത്രമാണ്. ആ ശബ്ദമുയർത്തേണ്ടത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികളായ ഈ രാജ്യത്തിലെ പ്രജകളാണ്, ജനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് പല ഭരണകൂടങ്ങളുള്ളപ്പോഴും നമ്മൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യമുണ്ടോ എന്ന് നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ജനാധിപത്യത്തിന് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ വളർത്തുന്ന രാജ്യത്തെ ഭീകര നിയമം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ തീവ്രവാദം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതവും സമർപ്പിച്ച ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ പിന്മുറക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ ജയിലുകളിൽ ബഹുഭൂരിപക്ഷം വരുന്നതും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇവിടെ ഭരണകൂടം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്ത് ഫാസിസത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, രാജ്യത്ത് ജനാധിപത്യം നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, രാജ്യത്ത് ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഈ രാജ്യത്തിന്റെ ജയിലറകളിൽ വിചാരണ തടവുകാരായി നമ്മുടെ നേതൃത്വങ്ങൾക്കും ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും കിടക്കേണ്ടി വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് ഉത്തർപ്രദേശിലെ, ബീഹാറിലെ, അതുപോലെ തന്നെ ജാർഖണ്ഡിലെ, രാജസ്ഥാനിലെ സാധാരണ പൗരന്മാർ അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ, അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് യാതൊരു കുറ്റവും ആരോപിക്കപ്പെടാതെ നിരപരാധികളായ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ നീതിന്യായ സംഹിതകളില്ല, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ഭരണകൂടങ്ങളില്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ വക്കീലന്മാരെ നിയമിക്കാൻ സാമ്പത്തികമായ പരാധീനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഊരെന്തറിയാതെ പേരെന്തറിയാതെ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ജയിലറകളിൽ അടക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ രാജ്യത്ത് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്തില്ല എങ്കിൽ, ഈ വിചാരണ തടവുകാർക്ക് അവരുടെ ന്യായമായ അവകാശമായ ജാമ്യം ലഭിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടില്ല എങ്കിൽ ഈ രാജ്യത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം.
അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടനയുടെ മഹത്തായ ഈ ദിനത്തിൽ, ഈ സുദിനത്തിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ലഭ്യമാക്കേണ്ടതുണ്ട്. അത് മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ അത് വേർതിരിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വിവേചനമില്ലാത്ത ഈ ഒരു ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ രാജ്യത്ത് രാജ്യം അനുവദിക്കുന്ന, ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അവർക്ക് മതം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനും അവരുടെ മതം പ്രചരിപ്പിക്കുവാനും അവർക്ക് ഈ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട്, ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്കുണ്ട്, ഈ രാജ്യത്തെ ജുഡീഷ്യറികൾക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതവർ നിർവഹിക്കാത്തിടത്തോളം കാലം അവർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ നല്ലവരായ നാട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വങ്ങൾ മാത്രമല്ല ജയിലറകളിൽ കഴിയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ അബൂബക്കർ സാഹിബിന് വേണ്ടിയോ കോയ സാഹിബിന് വേണ്ടിയോ നസറുദ്ദീൻ സാഹിബിന് വേണ്ടിയോ അങ്ങനെ ദിഷണാശാലികളായ കർമ്മധീരരായ നേതൃത്വങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാരും അവർ ചെയ്ത കുറ്റമെന്നറിയാതെ, അവർക്ക് പേരിൽ യാതൊരു കുറ്റവും ചാർത്തപ്പെടാതെ അവർ നിരപരാധികളായിട്ടുള്ള ആളുകൾ ജയിലറകളിൽ കഴിയുമ്പോൾ അവർക്ക് ജാമ്യം നൽകണം. ജാമ്യം അവരുടെ അവകാശമാണെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടുത്തെ ഭരണാധികാരികളോടും ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഈ രാജ്യം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേവലം ഭരണകൂടത്തിന്റെ മാത്രം അല്ലെങ്കിൽ ഭരണകൂടം മാത്രം അതിന്റെ ഉത്തരവാദികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഭരണകൂടത്തിന്റെ തെറ്റായ നെറികെട്ട ഭരണ വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദിക്കാത്ത ഒരു ജനസമൂഹം ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഭരണഘടനത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ശബ്ദിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് എന്ന് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ പുഷ്കലമായ ഭരണഘടന നിലവിൽ വന്ന ഈ ജനുവരി 26-ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മുഴുവൻ രാഷ്ട്രീയ വിചാരണ തടവുകാർക്കും ജാമ്യം അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് CBI.